ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈ ഡിസൈനർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ബോട്ടം പ്ലീറ്റഡ് കുർത്തിയാണ്. നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 2 മീറ്റർ പ്രിൻറ്റഡ് ഫാബ്രിക്കും 1 മീറ്റർ പ്ലെയിൻ ഫാബ്രിക്കുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ഈ ടോപ്പ് വരുന്നത്. ആദ്യം നമുക്ക് ഈ ഫാബ്രിക്കിനെ വീതിയിൽ 2 ആക്കി ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ 4 ഫോൾഡ് ആയാണ് മടക്കിയിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ തുണിയുടെ മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗമാണ് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡ്. ഇവിടെ നിന്നാണ് നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് ഒരുമിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നും താഴേക്ക് ഷോൾഡർ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് വേണ്ടത്. ചെസ്റ്റിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യാം. 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. നെക്ക് അകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിൽ നിന്നും 14 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഷേപ്പ് ലെങ്ത് വരുന്നത്. ഇവിടെ വിഡ്ത്ത് കൊടുക്കുന്നത് 9.5 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് ആണ് എടുക്കേണ്ടത്. പ്ലീറ്റ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ലെങ്ത് ആണിത്. അപ്പോൾ പ്ലീറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് 34 ഇഞ്ചാണ് കൊടുക്കുന്നത്. സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെസ്റ്റ് പോയിന്റും ഷേപ്പ് വന്ന പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ടോട്ടൽ ലെങ്തിലേക്ക് എ ലൈനായി നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കൂടി കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോക്സ് വെച്ച ശേഷം നമുക്ക് യു നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസ് മാറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇപ്പോൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രിൽസിന് വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രിൽസിന് വേണ്ടി 9 ഇഞ്ച് ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് എടുക്കുമ്പോൾ ടോപ്പിൻ്റെ ബോട്ടം വിഡ്ത്ത് എടുത്തതിനെക്കാട്ടിലും ഡബിൾ വേണം നമുക്ക് വിഡ്ത്തായി എടുക്കാനായി. ത്രീ ഫോർത്ത് സ്ലീവാണ് എടുക്കുന്നത്. സ്ലീവിലും ടോപ്പിലെ പോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ക്രോസ് പീസാണ്. അപ്പോൾ ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വള്ളി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ വള്ളിക്ക് വേണ്ടി 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് നമ്മുടെ വേണ്ട മെഷർമെൻറ്റ്സിനനുസരിച്ച് നീളം എടുത്തോളുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ റൈറ്റ് സൈഡ് 2 റൈറ്റ് സൈഡും
അതായത് ഫ്രണ്ടും ബാക്കും റൈറ്റ് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത ഷോൾഡർ കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലീറ്റ്സ് കൊടുക്കേണ്ട പീസിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത സൈഡിലേക്കാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷമാണ് ഈ സ്ലീവിലേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലീറ്റ്സ് എടുത്ത ഈ പീസിൻ്റെ റൈറ്റ് സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ രണ്ട് സ്ലീവിലും ഇതുപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ബോഡി പാർട്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്ക് ബോഡി പാർട്ടിൻ്റെ മിഡ് പോയിന്റിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽഡായി വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് പ്ലീറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഈ പീസ് പ്ലീറ്റ്സ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ പ്ലീറ്റ്സ് ഇതുപോലെ വെച്ച് നമുക്ക് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തെടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനായി ഈസിയാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് കൊടുത്ത് ഇതുപോലെ എടുത്തു. ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളി കൊടുക്കണം. അപ്പോൾ വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി മുകളിൽ നിന്നും 14 ഇഞ്ചാണ് എനിക്ക് ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് കിട്ടുന്നത് അതനുസരിച്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഒരു സൈഡിൽ നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വള്ളിയുടെ മിഡ് പോയിന്റ് ഇതുപോലെ വച്ച ശേഷം ഒരു സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഷേപ്പിന് വേണ്ടി വള്ളി വെച്ച് കെട്ടിക്കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം പ്ലീറ്റഡ് കുർത്തി. അപ്പോൾ ഇതാണ് ഫൈനലായി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്